വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരുപാട് നവ്യാനുഭവങ്ങൾ സമ്മാനിച്ച യാത്രയാണ് മഹാനായ ഖിദർ നബി അലൈഹി ഇസ്ലാമും മൂസാ നബി അലൈഹി ഇസ്ലാമും നടത്തിയ യാത്ര. വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ കഹ്ഫിൻ്റെ ഒരു ഭാഗം ആ യാത്രയെ വിവരിക്കുകയാണ്. ഫിർഔനും ജനതയും പൂർണ്ണമായി ചെങ്കടലിൽ നശിച്ചുപോയതിന് ശേഷം ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിനാണ് അല്ലാഹു തആല ഭരണം കൊടുത്തിട്ടുള്ളത്. ഹാറൂൻ നബി അലൈഹി ഇസ്ലാം മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ജ്യേഷ്ഠനാണ്. പക്ഷേ അന്നത്തെ ഇസ്ലാമിക പ്രബോധനത്തിന് നായകത്വം വഹിക്കുന്നത് മൂസാ നബി അലൈഹി ഇസ്ലാം ആയിരുന്നു. 4 ഏടുകളിൽ ഒരേട് തൗറാത്ത് എന്ന കിതാബ് നൽകപ്പെട്ട പ്രവാചകനാണ് മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാം. മൂസാ നബി അലൈഹി ഇസ്ലാം തൗറാത്ത് ലഭിച്ചതിന് ശേഷം എന്ത് ചോദ്യങ്ങൾക്കും പക്വമായ മറുപടി പറയാനുള്ള ഒരു ത്രാണിയും തൻ്റെടവും വിവരവും നേടിയെടുത്തിരുന്നു. അങ്ങനെ തൗറാത്ത് കിട്ടി തൻ്റെ സദസ്യരെ അഭിമുഖീകരിക്കുമ്പോൾ ജനങ്ങൾക്കൊക്കെ കൗതുകം തോന്നുന്ന വിധത്തിലുള്ള ഒരു പ്രസംഗം കാഴ്ചവെച്ചു. അപ്പോൾ ഇസ്രായേലിൽപ്പെട്ട ഒരാൾ ചോദിച്ചു, ഇന്നത്തെ ഈ ലോകത്ത് ഏറ്റവും വലിയ വിവരമുള്ള ആള് ആരാണ്? അപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, അത് ഞാനാണ്. മൂസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹുവുമായിട്ടുള്ള ഒരു രഹസ്യ സംഭാഷണത്തിൽ മൂസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാഹുവേ, ഞാൻ അങ്ങനെ മറുപടി പറഞ്ഞിട്ടുണ്ട്, അത് ശരിയല്ലേ? ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ വിവരസ്ഥൻ ഞാനാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്, അതിൽ തെറ്റുണ്ടോ? അപ്പോൾ അള്ളാഹു തആല പറഞ്ഞു, അല്ല, നിങ്ങളെക്കാൾ വിവരമുള്ള ആൾ വേറെയുണ്ട്. അതെവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മഹാനിലേക്ക് എത്തിപ്പെടാൻ ഒരു കാര്യം പറയുകയാണ്. നിങ്ങളൊരു കടൽ തീരത്തിലൂടെ ഇങ്ങനെ യാത്ര പോകണം. നിങ്ങൾ കൊട്ടയിലൊരൽപ്പം പൊരിച്ച മത്സ്യവും കൊണ്ടുപോകണം. അള്ളാഹുവിൻ്റെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് യൂശഅ നബി അലൈഹി ഇസ്ലാമിനെയും വിളിച്ചു. യൂശഅ പിന്നീടാണ് നബി ആയത്, അവിടുത്തെ ശിഷ്യനായിരുന്നു, സഹോദരിയുടെ പുത്രനായിരുന്നു എന്നും ചരിത്രത്തിൽ കാണാം. അങ്ങനെ ആ യൂശഅനെയും വിളിച്ചിട്ട് ഒരു കൊട്ടയിൽ പൊരിച്ച മീനാക്കി പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഈ മീന് എവിടെയാണോ ഈ മത്സ്യം ചാടിപ്പോകുന്നത് അവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മഹാൻ ഉണ്ടാവും. അദ്ദേഹത്തിന് അല്ലാഹു തആല ബ്രഹ്മജ്ഞാനം നൽകിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പഠിച്ചിട്ട് കിട്ടിയ വിവരമല്ല. മൂസാ നബി അലൈഹി ഇസ്ലാം മതപരമായ കാഴ്ചപ്പാടുകളെല്ലാം പഠിച്ചുണ്ടാക്കിയ വിവരങ്ങളാണ്. അള്ളാഹു നൽകുന്ന വഹ്യ് വേറെയുണ്ട്. പക്ഷേ എങ്കിൽ കൂടി ഒരു കാരണം അതിൻ്റെ പിന്നിലുണ്ടാകും, ഒരു പരിശ്രമം. പക്ഷേ ലദുന്നിയായ ഇൽമ് എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല അതാത് സമയങ്ങളിൽ ഇട്ടുകൊടുക്കുന്ന വിജ്ഞാനമാണ്. അപ്പം മൂസാ നബി അലൈഹി ഇസ്ലാമിന് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്ന ഒരാളെ അല്ലാഹു തആല കാണിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. ആ സ്ഥലം, നിങ്ങൾ ഈ കൊണ്ടുപോകുന്ന കൊട്ടയിലുള്ള മത്സ്യം എവിടെയാണോ വീണു പോകുന്നത് അവിടെ നിങ്ങൾക്ക് കാണാം. ഏതായിരുന്നാലും അവർ യാത്ര തുടർന്നു. അതിനെക്കുറിച്ചാണ് അല്ലാഹു സൂറത്തുൽ കഹ്ഫിൽ പറയുന്നത്. വഇദ് ഖാല മൂസാ ലിഫതാഹു ലാ അബ്റഹു ഹത്താ അബ്ലുഗ മജ്മഅൽ ബഹ്റൈനി ഔ അംദിയ ഹുഖബാ. മൂസാ നബി അലൈഹിസ്സലാം തൻ്റെ ഭൃത്യനായ ശിഷ്യനായ യൂശഅനോട് പറയുകയാണ്. വഇദ് ഖാല മൂസാ ലിഫതാഹ്, മൂസാ നബി തൻ്റെ യുവാവിനോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക.
ലാ അബ്റഹു, ഞാൻ ഈ യാത്ര അവസാനിപ്പിക്കുകയില്ല, തുടർന്നുകൊണ്ടേയിരിക്കും. ഹത്താ അബ്ലുഗ മജ്മഅൽ ബഹ്റൈൻ, രണ്ട് സമുദ്രങ്ങൾ കൂടിച്ചേരുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെയാണ് നിങ്ങൾ ഉദ്ദേശിച്ച ശൈഖ് ഇരിക്കുന്നത്. മജ്മഅൽ ബഹ്റൈൻ, ചെങ്കടലിന്റെ ഭാഗമായ അഖബ, സൂയസ് ഇത് സംഗമിക്കുന്ന സ്ഥലമാണ് അത് എന്ന് കാര്യമായും ഒരഭിപ്രായം കാണാം. അല്ല, മധ്യ ധരണ്യാഴിയും അറ്റ്ലാന്റിക്കും സമ്മേളിക്കുന്ന താറഖ് ആണ് അത് എന്നും അഭിപ്രായമുണ്ട്. ഏതായിരുന്നാലും ചരിത്രപരമായി നാം ചിന്തിക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യമുള്ളത് അഖബ, സൂയസ് ഉൾക്കടലുകൾ സംഗമിക്കുന്ന ഐല എന്ന സ്ഥലം ആകാനാണ്. തഫ്സീറിൽ അതിന് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായിരുന്നാലും രണ്ട് സമുദ്രങ്ങൾ സംഗമിക്കുന്ന സ്ഥലം, ഈ സമുദ്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമുദ്ര സമാനമായ വിജ്ഞാനത്തിന്റെ രണ്ട് ഉടമകൾ, മൂസാ നബി അലൈഹി ഇസ്ലാമും ഖിദർ നബി അലൈഹി ഇസ്ലാമും. ലദുന്നിയായ ഇൽമുള്ള ഒരാളും ശരീഅത്തിന്റെ വിവരങ്ങളുള്ള മൂസാ നബി അലൈഹി ഇസ്ലാമും അതിനെ സംബന്ധിച്ചാണോ ആ പറഞ്ഞത് എന്ന അഭിപ്രായവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഥവാ നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്നത് പോലെ യാത്ര പോവുക എന്നർത്ഥമായപ്പോൾ. ഏതായിരുന്നാലും മൂസാ നബി അലൈഹി ഇസ്ലാം പറയുന്നു, ലാ അബ്റഹു ഹത്താ അബ്ലുഗ മജ്മഅൽ ബഹ്റൈൻ ഔ അംദിയ ഹുഖ്ബാ, ഞാൻ ഈ യാത്ര ഒരുപാട് നടക്കാൻ തീരുമാനിച്ചു. മജ്മഅൽ ബഹ്റൈൻ എത്തുന്നത് വരെ, മൂസാ നബി അലൈഹി ഇസ്ലാമും ഖിദർ നബി അലൈഹി ഇസ്ലാമും കണ്ടുമുട്ടുന്നത് വരെ ഞാൻ ഈ യാത്ര തുടർന്നുകൊണ്ടിരിക്കും എന്ന് യൂശഅ നബി അലൈഹി ഇസ്ലാമിനോട് മൂസാ നബി അലൈഹി ഇസ്ലാം പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നിങ്ങൾക്ക് അധ്യാപകനായി ഉസ്താദായി തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരാൾ മജ്മഅൽ ബഹ്റൈൻ എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. നിങ്ങൾ ഈ മത്സ്യവുമായിട്ട് പോകുമ്പോൾ എവിടെയാണോ ഈ മത്സ്യം വീണു പോകുന്നത് അവിടെയാണ് നിങ്ങളുടെ ശൈഖുള്ളത് എന്നായിരുന്നു. അപ്പോൾ ഇവർ യാത്ര പോകുമ്പോൾ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഫലമ്മാ ബലഗാ മജ്മഅ ബൈനഹിമാ നസിയാ ഹൂതഹുമാ ഫത്തഖദ സബീലഹു ഫിൽ ബഹ്രി സർബാ. യാത്രക്കിടയിൽ ഭയങ്കര ക്ഷീണം. ആ സമുദ്രത്തിന്റെ തീരങ്ങളിലൂടെയുള്ള യാത്രയാണല്ലോ. ഒരുപാട് നടന്ന് സഞ്ചരിച്ചപ്പോൾ അതിശക്തമായ ക്ഷീണം വന്നു. അപ്പോൾ അവിടെ ഒരു പാറ കണ്ടു. അപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, നമുക്ക് ഈ പാറയിൽ അല്പനേരം ഒന്ന് വിശ്രമിക്കാം. അങ്ങനെ ആ പാറയുടെ സമീപത്ത് ചെന്നു. ഖുർആനിന്റെ 63-ാമത്തെ സൂക്തം അതിനെ സംബന്ധിച്ചാണ് പറയുന്നത്. ആ പാറയിൽ അവർ രണ്ടുപേരും അല്പനേരം ഇരുന്ന് വിശ്രമിച്ച് ഉറങ്ങിയൊക്കെ കഴിഞ്ഞതിന് ശേഷം യാത്ര തുടരുകയാണ്. പിന്നെയും യാത്ര പോയപ്പോൾ വല്ലാത്ത വിശപ്പ് അനുഭവപ്പെട്ടു. അപ്പോൾ അല്ലാഹു തആല ഈ മത്സ്യത്തെ കൊട്ടയിലാക്കി കൊണ്ടുപോകാൻ പറഞ്ഞത് അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സംഗതിയും കൂടിയായിട്ടാണ്. ഏതായിരുന്നാലും ഈ പാറയിൽ വിശ്രമിച്ച് പിന്നീട് യാത്ര പോകുമ്പോൾ അവർക്ക് വിശപ്പ് അനുഭവപ്പെട്ട സമയത്ത് മൂസാ നബി അലൈഹി ഇസ്ലാം ചോദിച്ചു, അല്ല, നമ്മുടെ മത്സ്യം എവിടെ? നമ്മൾ പൊരിച്ച മീനുകൾ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അത് കഴിക്കാൻ നമുക്ക് എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുന്ന വിഷയത്തിലേക്ക് ഒരുങ്ങുമ്പോഴാണ് തൻ്റെ കൂടെയുള്ള യൂശഅ എന്ന് പറയുന്ന ബാലൻ, യുവാവ്, ഈ വിവരം മറന്നുപോയത് അറിയിക്കുന്നത്. ഉറങ്ങാൻ വേണ്ടി അവർ പാറയിൽ അല്പനേരം വിശ്രമിക്കാൻ വേണ്ടി അവിടെ തങ്ങി. പക്ഷെ തിരിച്ചു പോകുമ്പോൾ പിന്നീട് യാത്ര തുടർന്നപ്പോൾ ആ മത്സ്യം അവിടെ മറന്നു വെച്ചുപോയി. അതിനെക്കുറിച്ചാണ് ഖുർആൻ പറയുന്നത്, ഫലമ്മാ ബലഗാ മജ്മഅ ബൈനഹിമാ നസിയാ ഹൂതഹുമാ ഫത്തഖദ സബീലഹു ഫിൽ ബഹ്രി സർബാ. അല്ല, നമുക്ക് ഭക്ഷണം കഴിക്കുക, കൊണ്ടുവന്ന ഭക്ഷണം എടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അല്ല, നമ്മളൊരു പാറയിൽ അഭയം തേടിയില്ലേ,
ഞാൻ അവിടെ ആ മത്സ്യക്കൊട്ട മറന്നു വെച്ച് പോന്നിരിക്കുകയാണ്. ഞാനത് എടുക്കാൻ മറന്നുപോയി. മഹാനായ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് തിരിച്ചു പോകാം. നമ്മുടെ ഉദ്ദേശം അതാണല്ലോ. അങ്ങനെ രണ്ടുപേരും തിരിച്ചു പോകാൻ തീരുമാനിച്ചു. قال أرأيت إذ أوينا إلى الصخرة فإني نسيت الحوت وما أنسانيه إلا الشيطان أن أذكره واتخذ سبيله في البحر عجبا. എന്നെ ആ സത്യത്തെ മറപ്പിച്ചു കളഞ്ഞത് പിശാചാണ്. അല്ലാഹു തആല നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ മത്സ്യം ചാടിപ്പോകുന്ന സ്ഥലത്ത് കടലിൽ ഒരു വലിയ ദ്വാരം വീഴും, അതിലൂടെയാണ് നിങ്ങൾ നടന്നു പോകേണ്ടത് ശൈഖിനെ കാണാൻ. അങ്ങനെ രണ്ടുപേരും ഉദ്ദേശിച്ച ആ ശൈഖിനെ കാണാൻ വേണ്ടി മത്സ്യം മറന്നു വെച്ച ആ സ്ഥലത്തേക്ക് പിന്നെയും തിരിച്ചു നടന്നു വരികയാണ്. നോക്കുമ്പോൾ ആ മത്സ്യം വീണുപോയ സ്ഥലത്ത് വലിയ ഒരു ദ്വാരം രൂപപ്പെട്ടിരിക്കുകയാണ്. മൂസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, അന്ന് നബിയായിട്ടില്ല, നിങ്ങൾ തിരിച്ചു പോയിക്കോളി, എൻ്റെ ലക്ഷ്യസ്ഥാനത്ത് ഞാൻ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ആ കടലിൽ രൂപപ്പെട്ട ആ ദ്വാരത്തിലൂടെ മൂസാ നബി അലൈഹി സ്വലാം നടന്നുപോയി. നോക്കുമ്പോൾ ഒരു സ്ഥലത്തുണ്ട്, കടലിൻ്റെ ഉള്ളിൽ പുതപ്പ് ധരിച്ചിട്ട് ഒരാൾ ഇങ്ങനെ ഇരിക്കുന്നു. മഹാനായ ഖിദർ നബി അലൈഹി സ്വലാം ആയിരുന്നു അത്. ഖിദർ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പല അഭിപ്രായങ്ങളും ഉണ്ട്. സൂഫിയാണെന്നും വലിയാണെന്നും നബിയാണെന്നും ഒക്കെ കാണാം. ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഭൂമിയിലുള്ള 2 നബിമാരുണ്ട്, അതിൽപ്പെട്ട ഒരു നബിയാണെന്നാണ് പ്രബലമായും പരിഗണിക്കപ്പെടുന്ന അഭിപ്രായം. ഇദ്രീസ് നബി അലൈഹി സ്വലാമും അതുപോലെ ഖിദർ നബി അലൈഹി സ്വലാമും ഭൂമിയിലുണ്ട്. അതുപോലെ ആകാശത്തിലും 2 പ്രവാചകന്മാരുണ്ട്. അപ്പോൾ ഭൂമിയിൽ നിലകൊള്ളുന്ന ഈ ഖിദർ നബി അലൈഹി സ്വലാമിനെ കാണാൻ വേണ്ടിയാണ് പോയത്. ഖിദർ എന്ന് പറഞ്ഞാൽ പച്ചപ്പ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഖിദർ ഖദിർ രണ്ടും വായിക്കാം. പച്ചപ്പ് എന്ന് പറയാൻ കാരണം അദ്ദേഹം എവിടെയാണോ ഇരിക്കുന്നത് ആ സ്ഥലം എല്ലാം പെട്ടെന്ന് കിളിർത്ത് സസ്യങ്ങളെല്ലാം പച്ചലതാദികളായി മാറുമെന്നാണ്. എത്ര വരണ്ടുണങ്ങിയ ഭൂമിയിൽ ഖിദർ നബി അലൈഹി സ്വലാം പോയിരുന്നാലും മൂപ്പര ബർക്കത്ത് കൊണ്ട് ആ പരിസരമൊക്കെ സസ്യലതാദികളെ കൊണ്ട് നിബിഡമാകും നിമിഷ നേരം കൊണ്ട്. അതുകൊണ്ടാണ് മഹാനവറുകൾക്ക് അങ്ങനെ ഒരു പേര് ലഭിക്കാനുള്ള കാരണം എന്ന് ചരിത്രത്തിൽ കാണാം. ഏതായിരുന്നാലും മഹാനായ ഖിദർ നബി അലൈഹി സ്വലാമിനെ തേടി ആ സ്ഥലം സന്ദർശിക്കാൻ കഴിഞ്ഞു. അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഫവജദ അബ്ദൻ മിൻ ഇബാദിനാ ആതൈനാഹു റഹ്മതൻ മിൻ ഇൻദിനാ വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമാ. നമ്മൾ ഉദ്ദേശിച്ച ആളെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ആതൈനാഹു റഹ്മതൻ മിൻ ഇൻദിനാ. എങ്ങനത്തെ അടിമയാണ്? നമ്മൾ അദ്ദേഹത്തിന് ഒരുപാട് റഹ്മത്ത് കൊടുത്തിരിക്കുകയാണ്. ലദുന്നിയായ ഇൽമ് നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത ഒരാൾ. ആ ദാസനെ മഹാനായ മൂസാ നബി അലൈഹി സ്വലാം കണ്ടുമുട്ടി. قال له موسى هل اتبعك على ان تعلمني مما علمت رشدا. കണ്ടുമുട്ടിയപ്പോൾ ആദ്യമായി സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞപ്പോൾ മഹാനായ ഖിദർ നബി അലൈഹി സ്വലാം പറഞ്ഞു, നിങ്ങളുടെ നാട്ടിലുള്ള സലാം വലിയ രസമുണ്ട്, പ്രത്യേക സലാമാണല്ലോ എന്നാണ് പ്രതിവദിച്ചത്. ഏതായിരുന്നാലും വിവരങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി. ഈ കാലഘട്ടത്തിലുള്ള പ്രവാചകനാണ് മൂസാ നബി അലൈഹി സ്വലാം എന്ന് ഖിദർ നബി അലൈഹി സ്വലാമിനും അറിയാം. ഒരു കാലഘട്ടത്തിൽ 1-ലധികം പ്രവാചകന്മാരുണ്ടാകും. എങ്കിലും കാര്യമായും ശരീഅത്തിന്റെ പ്രബോധനം അല്ലാഹു തആല ഏൽപ്പിച്ചത് 1-2 പ്രവാചകന്മാരായിരിക്കും. അപ്പൊ അന്നത്തെ പ്രവാചകൻ മൂസാ നബി അലൈഹി സ്വലാം ആണ്. മൂസാ നബി അലൈഹി സ്വലാമിന്റെ ആ ദൗത്യവും അവിടുത്തെ ഇസ്ലാമിക പ്രബോധനവുമൊക്കെ എല്ലാവരെയും അറിയിക്കേണ്ട ബാധ്യതയും കൂടി ഉണ്ടല്ലോ. അതുകൊണ്ടുകൂടി ആയിരിക്കാം മൂസാ നബി അലൈഹി സ്വലാം അങ്ങോട്ട് ചെല്ലുന്നത്.
ഏതായിരുന്നാലും ഖിദർ നബി അലൈഹി ഇസ്ലാമിനെ കണ്ട് വിവരങ്ങളെല്ലാം പറഞ്ഞു. ഞാനിങ്ങനെ അള്ളാഹുവുമായി അഭിമുഖ സംഭാഷണം നടത്തിയപ്പോൾ ഞാനൊരു ക്ലാസ് അഭിമുഖീകരിച്ച് ജനങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു ചെറിയ ഒരു അഹങ്കാരം വന്നുപോയി. അള്ളാഹുവെ, ഞാനെന്നല്ല ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ വിവരസ്ഥൻ? എന്നെ കവച്ചു വെക്കാൻ പറ്റിയ വല്ല വിവരസ്ഥന്മാരാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളെ അള്ളാഹു താല എനിക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളിൽ നിന്ന് കുറേ വിവരം എനിക്ക് നേടാനുണ്ട്. അതിനു വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. എന്നിട്ട് മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ഖാല ലഹു മൂസാ ഹൽ അത്തബിഉക അലാ അൻ തുഅല്ലിമനി മിമ്മാ അല്ലംത റുഷ്ദാ. അല്ലാഹു തആല നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന വിവരങ്ങൾ അത് എനിക്ക് മനസ്സിലാക്കി തരാനും പഠിപ്പിച്ചു തരാനും നിങ്ങളോടൊപ്പം ഞാൻ സംഗമിക്കട്ടെയോ എന്ന് ചോദിക്കുകയാണ്. മൂസാ നബി അലൈഹി ഇസ്ലാം ഇസ്രായേലിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്. ആ സമയത്ത് ഇസ്ലാമിക കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കാൻ ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിനെ ചുമതലപ്പെടുത്തിയാണ് യാത്ര പോകുന്നത്. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇനിയും ഒരുപാട് വിവരങ്ങൾ നേടണം. കണ്ടോ, വിവരങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. അത് എത്ര വലിയ ആളാണെങ്കിലും പിന്നെയും 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 ഒരുപാട് പഠിക്കാനുണ്ട്. നമ്മുടെയൊക്കെ വിവരങ്ങൾ എന്ന് പറയുന്നത് ഒരു മേഖലയിൽ മാത്രം പരിമിതപ്പെട്ടതാണ്. ഓരോ മേഖലയിലും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഏത് മേഖലയിലും ഭൂമിയെക്കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ട്, നക്ഷത്രങ്ങളെക്കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ട്, സസ്യങ്ങളെക്കുറിച്ച് പഠിക്കാനുണ്ട്, ജീവികളെക്കുറിച്ച് പഠിക്കാനുണ്ട്, ഇവിടെയുള്ള അണുലോകത്തെക്കുറിച്ച് പഠിക്കാനുണ്ട്, ശാസ്ത്രീയമായ ലോകത്തെക്കുറിച്ച് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളൊക്കെ ചിലപ്പോൾ PhD വരെയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും അതൊക്കെ ഒരു മേഖലയിലൂടെ മാത്രമാണ് ആ പര്യടനം നടന്നിട്ടുണ്ടാവുക. വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ എത്ര പഠിച്ചാലും തീരാത്ത ഒരു വലിയ പാരാവാരം പോലെ പരന്നു കിടക്കുകയാണ്. അതുകൊണ്ട് ഒരു പ്രവാചകനായിട്ട് പോലും പിന്നെയും പഠിക്കാൻ പോവുകയാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. 40 വയസ്സ് പിന്നിടുമ്പോഴാണ് ഒരു പ്രവാചകന് നുബുവത്ത് ലഭിക്കുന്നത്. അപ്പൊ പ്രവാചകനായി എത്രയോ വയസ്സും പ്രായവും എത്തിയതിന് ശേഷമാണ് പിന്നീട് വീണ്ടും പഠനത്തിന് വേണ്ടിയുള്ള ഒരു യാത്ര മൂസാ നബി അലൈഹി ഇസ്ലാം ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിനെ തൻ്റെ നാട്ടിലാക്കിയിട്ട് യാത്ര പോകുന്നത്. അപ്പോൾ ചോദിച്ചു, എനിക്ക് നിങ്ങളുടെ കൂടെ കൂടിയാൽ തിരക്കടില്ല എന്നുണ്ട്. നിങ്ങൾ പഠിച്ച വിവരങ്ങളൊക്കെ എനിക്കൊന്ന് കൈമാറി തരുമോ? ഖാല, അപ്പോൾ ഖിദർ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ഇന്നക ലൻ തസ്തതിയ മഅയ സബ്റാ. നിങ്ങൾക്ക് എൻ്റെ കൂടെ ക്ഷമിച്ച് യാത്ര ചെയ്യാൻ കഴിയില്ല. വകൈഫ തസ്ബിറു അലാ മാ ലം തുഹിതു ബിഹി ഖുബ്റാ. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് നേരത്തെ വിവരമില്ലാത്ത പല കാര്യങ്ങളും അത്ഭുതത്തോടെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യും. നിങ്ങൾക്കത് ക്ഷമിക്കാൻ കഴിയില്ല. പിന്നെ എങ്ങനെ നിങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് പഠിക്കണത്? കാരണം ഖിദർ നബി അലൈഹി ഇസ്ലാം ലദുന്നിയായ വിവരങ്ങൾ വെച്ചുകൊണ്ടാണ് കാര്യങ്ങൾ വിലയിരുത്തുന്നതും പ്രവർത്തിക്കുന്നത്. മൂസാ നബി അലൈഹി ഇസ്ലാം ശരീഅത്തിന്റെ നിയമം അനുസരിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ആന്തരികമായ വശം എന്താണ് എന്നതിനെ കുറിച്ച് ചിലപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം നോക്കിക്കൊള്ളണമെന്നില്ല. ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്ന് ശരീഅത്തിന്റെ നിയമപ്രകാരമാണ് ചിന്തിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഒരു ഉൾവശമുണ്ട്. അത് ചെയ്യുന്നത് തെറ്റല്ല എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ലദുന്നിയായ വിജ്ഞാനം ഖിദർ നബി അലൈഹി ഇസ്ലാമിനുള്ളത് കൊണ്ട് പല പ്രവൃത്തിയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്നെ അംഗീകരിക്കാൻ കഴിയില്ല. അതാണ് പറയുന്നത്, വകൈഫ തസ്ബിറു അലാ മാ ലം തുഹിതു ബിഹി ഖുബ്റാ. നിങ്ങൾക്ക് വിവരം കിട്ടിയിട്ടില്ലാത്ത പല കാര്യങ്ങളും ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ എൻ്റെ കൂടെ ക്ഷമിച്ചു കഴിയാൻ സാധിക്കും? ഖാല, അപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, സതജിദുനി ഇൻഷാ അല്ലാഹു സ്വാബിറാ വലാ അഅസി ലക അംറാ. ഇല്ല, അല്ലാഹു ഉദ്ദേശിച്ചാൽ എനിക്ക് അതിനും കഴിയും. ഒരിക്കലും ഞാൻ നിങ്ങൾക്ക് എതിര് പ്രവർത്തിക്കുകയില്ല. നിങ്ങൾ എന്ത് ചെയ്താലും ശരി, ഞാൻ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കൂല എന്ന് പറഞ്ഞു.
ഖാല അപ്പോൾ ഖിദർ നബി അലൈഹിസ്സലാം പറഞ്ഞു ഫഇൻ ഇത്തബഅതനി ഫലാ തസ്അൽനി അൻ ശൈഇൻ ഹത്താ ഉഹ്ദിസ ലക മിൻഹു ദിക്റാ. ഒരു കാര്യമുണ്ട്, നമ്മളുടെ ഒരു യാത്ര പോവുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പിടിക്കാത്ത പല പ്രവർത്തനവും ഞാൻ ചെയ്തു എന്ന് വരാം. പക്ഷെ അതൊന്നും ഞാൻ അങ്ങോട്ട് അതിൻ്റെ രഹസ്യം എന്താണെന്ന് വിവരിച്ചു തരുന്നത് വരെ ഒരു കാര്യത്തെക്കുറിച്ചും എന്നോട് ചോദിക്കരുത്. ഈ ഡിമാൻഡ് നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ വരാം, ഒന്നിച്ച് പോകാം, പഠിക്കാം എന്ന് മഹാനായ ഖിദർ നബി അലൈഹി സ്വലാം പറയുന്നു. മൂസാ നബി അലൈഹി സ്വലാം ആ ഡിമാൻഡ് അംഗീകരിച്ചുകൊണ്ട് രണ്ടുപേരും സംഗമിച്ച് യാത്ര പോകാൻ തീരുമാനിച്ചു. ആ യാത്രയെക്കുറിച്ചാണ് നാളെ നമുക്ക് ഇൻഷാ അല്ലാഹ് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ പാപങ്ങളെല്ലാം അല്ലാഹു പുറത്തു തരുമാറാവട്ടെ. റഹ്മുർ-റഹീമായ റബ്ബേ, ഈ സദസ്സിൽ ഇരിക്കുന്ന ഈ സന്ദർഭം ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട അമലായി ഞങ്ങളിൽ നിന്ന് നീ കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈമാൻ സലാമത്താക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഹലാലായ മുറാദുകളെല്ലാം നീ ഹാസിലാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കടങ്ങളെ നീ വീട്ടിത്തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രയാസങ്ങളെല്ലാം നീ മാറ്റിത്തരണേ റഹ്മാനെ. ജീവിക്കാൻ ആവശ്യമായ ഐശ്വര്യം തന്നെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് വേണ്ടി അന്യരുടെ മുമ്പിൽ കൈനീട്ടി ആരിക്കുന്ന ദുർഗതി ഞങ്ങൾക്കോ മക്കൾക്കോ നീ വരുത്തരുതേ റഹ്മാനെ. അല്ലാഹുവേ, നീ നൽകിയ കാഴ്ച ശക്തിയും കേൾവി ശക്തിയും ആരോഗ്യവും എല്ലാം നീ നിലനിർത്തണേ റഹ്മാനെ. വല്ല രോഗങ്ങളുടെയും വൈറസുകളും ഞങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അല്ലാഹുവേ, ഈ സദസ്സിൽ നിന്ന് ഈ സമയത്ത് തന്നെ നീ അത് നിർമാർജനം ചെയ്യണേ റഹ്മാനെ. പൂർണ്ണമായ ആഫിയത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله.